മൂത്രത്തിൽ കൂടെ ആ ഫ്രൂട്ട്സിൻ്റെ സ്മെല്ല് വരില്ല. ഇത് ജെറ്റ് വേഗത്തിൽ അപ്പം ക്ലിയർ ആക്കും. അപ്പോൾ മൂത്രം ഈ പപ്പായൻ്റെ സ്മെല്ല് വരും. അപ്പം തന്നെയാണ് അതാണ് ഇതിൻ്റെ ഗുണം. അത്ര എഫക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യും. കോഴി കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മളെ കോഴി തന്നെയാണ്. ആരാധകർക്ക് വന്ന കോഴി കൊടുക്കൂ. വലിയ മുതലാളിയല്ലേ? അങ്ങനെ. നമസ്കാരം. നമ്മളെവിടെ വയ്ക്കുന്നത്? ഞാൻ നമ്മളെ ഫാമിലാണ്. സ്വന്തം ഫാമിലാണ്. അവനെന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ഇവിടെ പപ്പായ ഉണ്ട്, അതേമാതിരി കോഴി കൃഷി ഉണ്ട്, പിന്നെ തെങ്ങ്, ഒരുപാട് തെങ്ങുകളും കാര്യങ്ങളും. വലിയ മുതലാളിയല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ വന്നത് പപ്പായനെ കുറിച്ചാണ്. പപ്പായ ഈ യൂറിക് ആസിഡ്, അതേമാതിരി വയർ സംബന്ധമായ പ്രശ്നം, മൂലക്കുരു സംബന്ധമായ പ്രശ്നം ഒരുപാട് ആൾക്കാർക്കുണ്ട്. പിന്നെ അതേമാതിരി മലബന്ധം, രണ്ടാമത് രക്തം പോവുക, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പപ്പായൻ്റെ ഇല ജ്യൂസ് അടിച്ചിട്ട് കാണിച്ചു കൊടുത്താലോ? ഇവിടെ കുറേ പപ്പായ കൃഷി ഉണ്ടല്ലോ. ഇതാണ്ട പപ്പായ കൃഷി. അപ്പോൾ ഇതിൻ്റെ ഇല ജ്യൂസ് അടിച്ചിട്ട് ഡെയിലി അല്ല 2 ദിവസം കൂടെ അടിക്കുക വെറും വയറ്റിൽ. അതേമാതിരി പിന്നെ പൂവും കഴിക്കാൻ പറ്റും. അതേമാതിരി ഈ കായ് ഉണ്ടല്ലോ, ഈ കായ് പഴുപ്പിച്ചിട്ട് ഈ സാധനം പഴുത്തത് ഓരോന്ന് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കുടൽ സംബന്ധമായ പ്രശ്നം, മാനസിക സംബന്ധമായ പ്രശ്നം വരാൻ കാരണം തന്നെ കുടലിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ടാകും. മൂലക്കുരു സംബന്ധമായ പ്രശ്നം, രക്തപ്പോക്ക് സംബന്ധമായ പ്രശ്നം, ഇതൊക്കെ വളരെ സുലഭമായിട്ട്. യൂറിക് ആസിഡ് പിന്നെ അതേമാതിരി വയർ സംബന്ധമായ പ്രശ്നം. യൂറിക് ആസിഡ് മൂക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് മൂലക്കുരു, അതായത് രക്തം പോവുക. അപ്പോൾ അതിന് ഇത് വളരെ അത്ഭുത മരുന്നാണ്. ഡെയിലി കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ രക്തവും ക്ലിയർ ആവും, ശരീരത്തിൽ പിന്നെ മൂലക്കുരു സംബന്ധമായ പ്രശ്നം, യൂറിക് ആസിഡ് സംബന്ധമായ പ്രശ്നം, വയർ സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ ഗുണമാവും. ഇത് വയർ സംബന്ധമായ പ്രശ്നങ്ങൾ പഴുപ്പിച്ചത് ഡെയിലി നൈറ്റ് ഫുഡ് ആക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് ഇതാക്കുക, രാവിലെ മോർണിംഗ് ഫുഡ് ഇതാക്കുക. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങളെ യൂറിക് ആസിഡ് മാത്രമല്ല പല പ്രശ്നങ്ങൾക്കും, ശരീര സംബന്ധമായ വയർ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും ഇത് ഗുണമായിരിക്കും. പിന്നെ ഇത് കഴിച്ചാൽ ഇതിൻ്റെ ഒരു ഗുണം എന്താ അറിയോ? എല്ലാ ഫ്രൂട്ട്സും കഴിച്ചാൽ മൂത്രത്തിൽ കൂടെ ആ ഫ്രൂട്ട്സിൻ്റെ സ്മെല്ല് വരില്ല. ഇത് ജെറ്റ് വേഗത്തിൽ അപ്പം ക്ലിയർ ആക്കും. അപ്പോൾ മൂത്രം ഈ പപ്പായൻ്റെ സ്മെല്ല് വരും. അപ്പം തന്നെയാണ് അതാണ് ഇതിൻ്റെ ഗുണം. അത്ര എഫക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യും. ശരി, ഞാൻ കിളമ്പുറം. കോഴി കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മളെ കോഴി തന്നെയാണ്. ആരാധകർക്ക് വന്ന കോഴി കൊടുക്കൂ. വലിയ മുതലാളിയല്ലേ? അങ്ങനെ. എത്ര കോഴിയുണ്ട് മൊത്തം? കോഴി ഇഷ്ടം പോലെ കോഴി ഉണ്ട്, നോക്കാം. അപ്പൊ സുരേഷ് മേപ്പാടി ചെറിയ ആളല്ല, ഇതുണ്ടോ? എല്ലാം പുള്ളിയുടെ കോഴി ഫാമാണ്. നല്ല കോഴികൾ കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കോഴി കച്ചവടം ചെയ്യല്ലേ?